ഹായ് ഓൾ, പാരീസിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഒരു കുട്ടി വ്ളോഗാണിത്. രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റു. എൻ്റെ ഒരു മേക്കപ്പ് റൂട്ടീനാണ് ഈ വീഡിയോയിൽ ഫസ്റ്റ്. ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ട് ഡയറക്റ്റായിട്ട് പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ബ്ലഷും, പിന്നെ അത് കഴിഞ്ഞ് ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്സ്റ്റിക്കും പിന്നെ അതിന് പുറത്തോട്ട് ലിപ് ഗ്ലോസും ഇട്ടാണ്. നോർമലി ഇത്രയായിരിക്കും എൻ്റെ യൂഷ്വൽ മേക്കപ്പ് ലുക്ക്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സെൽഫ് ഹൈഡ്രേഷനും വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. പിന്നെ ജസ്റ്റ് ജ്വല്ലറി ഒക്കെ ഇട്ടു, ജസ്റ്റ് ലൈക്ക് ഇയറിങ്സ്, ചെയിൻ ഒക്കെ. ഇത് അഴിക്കാൻ പാടായതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഹോപ്പ് വിട്ട് വേറെ മലയിലോട്ട് പോയി. പിന്നെ റെഡിയായി ഗൈസ്. ഇപ്പോൾ പിന്നെ ജസ്റ്റ് എയർബിഎൻബിയുടെ കോലം കാണിക്കാം. ഫുള്ളാകെ അലമ്പാക്കിയിട്ടൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേര് റെഡിയായി ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. രാവിലെ ഒരു 7 o'clock തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തിരിച്ച് എയർപോർട്ടിൽ എത്തണമായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് 4 o'clock ആയിരുന്നു. പക്ഷേ പിന്നെ നേരത്തെ പോവാം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇന്നത്തെ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് നേരത്തെ തന്നെ എയർപോർട്ടിൽ പോവാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ 7 o'clock ഇറങ്ങി. മോൺട്മാർട്ടെ എന്ന് വന്നിട്ടൊരു പ്ലേസിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ വന്നിട്ട് ഒത്തിരി നല്ല വൈബ്രൻറ്റ് സ്ട്രീറ്റ്സ് ഒക്കെയാണെന്ന് കണ്ടു. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് പാരീസിൽ പോയാൽ. അപ്പം ഐഫൽ ടവറിൻ്റെ ആ സിറ്റിയൊക്കെ ഒരു സ്ഥലത്തോട്ട്, ഇത് അപ്പുറത്തെ ഒരു ഡയറക്ഷനിലോട്ടായിരുന്നു. പോകുന്ന വഴി തന്നെ ലൈക്ക് ദ സ്ട്രീറ്റ്സ് ആൻഡ് പിന്നെ അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആക്ച്വലി ഹോൾ പാരീസ് തന്നെ വേറൊരു വൈബായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ ഒരു ബസിലിക്കയിലാണ് പോയത്, ഒരു ചേർച്ച്. അതിൻ്റെ ആക്ച്വൽ നെയിം ഞാനിതിൻ്റെ വീഡിയോയിലിടാം. അപ്പോൾ അത് വന്നിട്ട് ഞങ്ങൾ അവിടെയാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ രാവിലെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു സൺറൈസൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പോയത്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും സൺറൈസൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ അവിടെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ രാവിലെ പോയപ്പോൾ. അപ്പോൾ ആ പള്ളിയിൽ കയറാനായിട്ടുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഓൺലി തിങ് ഈസ് ദാറ്റ് പള്ളിക്കകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. പക്ഷേ പള്ളി വന്നിട്ട് ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അതിൻ്റെ അകത്ത് വന്നിട്ട് ഹോൾ ആൽട്ടർ എവറിത്തിങ് വാസ് നൈസ്. പിന്നെ അവിടെ ഫുൾ നൺസ് എപ്പോഴും പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ പോയപ്പോഴേക്കും അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ ഒരു സറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഹോൾ റീൽസിൽ വന്നിട്ട് ഇങ്ങനെ കീസ് ആൾക്കാർ കൊണ്ട് ലോക്ക് ചെയ്തിടും. കാരണം ഇതൊരു ലൈക്ക് ഇൻ ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോക്കുള്ളൊരു കേസ്. അവിടെ ഇഷ്ടംപോലെ ലോക്സ് നമുക്ക് കാണാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് തൊട്ടിറങ്ങി കുറച്ചുകൂടെ ദൂരം നടക്കുമ്പോൾ അവിടെ വന്നിട്ട് നല്ല സ്ട്രീറ്റ്സ് ആയിരുന്നു. ഓരോ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം വളരെ ഏർലി ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ആ ഒരു സ്ട്രീറ്റ്സ് കാണാൻ വേണ്ടി തന്നെയാണ് പോയത്. അപ്പോൾ അത് കുറേ നേരം എൻജോയ് ചെയ്തു അവിടെ. പിന്നെ അവിടെ കുറച്ച് നടന്നു. എത്തിയപ്പോഴേക്കും അത് കുറേ സ്റ്റെപ്സാണ് ആക്ച്വലി താഴോട്ട് ഇറങ്ങാനായിട്ട്. അവിടുത്തെ വ്യൂവും നല്ലതായിരുന്നു, ലൈക്ക് സിറ്റിയുടെ ഹോൾ വ്യൂ ആയിരുന്നു അവിടെ. ഞങ്ങൾ അതുവരെ ഒന്നും പോയില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന്, ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് തന്നെയാണ് മേടിച്ചത്. ഇനി ഹോട്ട് ചോക്ലേറ്റ് പാരീസിൽ നിന്ന് കുടിക്കാൻ പറ്റില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും കുറേ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് നടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ഞങ്ങളൊരു ബേക്കറിയിൽ കയറി. ലൈക്ക് അവിടെ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി മാക്രൂൺസ് കണ്ടായിരുന്നു. പിന്നെ സിസ്റ്റർ വന്നിട്ട് ഏതൊരു ടൈപ്പ് ഓഫ് ബ്രെഡ് മേടിച്ചായിരുന്നു. ആ ഒരു ഷോപ്പിൽ തന്നെ നല്ലൊരു മണമായിരുന്നു ആക്ച്വലി ആ ഒരു ബേക്കിങ്ങിൻ്റെ ഒക്കെ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ കണ്ടു. ലൈക്ക് അവിടെ ലൈവ് പോർട്രേറ്റ് അവർ അപ്പം തന്നെ വരച്ചു കൊടുക്കുന്നുള്ളത് പോലെ. അടുത്ത് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത് വാൾ ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ്. എന്താ സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ നേരത്തെ കണ്ട ആ സ്റ്റെപ്സ് ഫുൾ ഇറങ്ങാനാണ് ഉണ്ടായിരുന്നത്, കയറാനില്ലായിരുന്നു. പിന്നെ അന്ന് വന്നിട്ട് നാഷണൽ ഹോളിഡേ ആണ് അവർക്ക്, അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ എന്തോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഷോപ്സൊക്കെ ഭയങ്കര ഫുൾ, മോസ്റ്റ് ഓഫ് ദി ഷോപ്സ് ആർ ക്ലോസ്ഡ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. വാൾ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്ന് എല്ലാ ലാംഗ്വേജസിലും എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു. മലയാളത്തിലും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഇറങ്ങി കുറേ ദൂരം താഴോട്ട് എത്തിയപ്പോഴേക്കും അവിടെ ഒരു ചേർച്ച് ഉണ്ടായിരുന്നു. ആ ചേർച്ചിൻ്റെ വീഡിയോഗ്രാഫി അലൗഡ് ആയിരുന്നു. അപ്പം അതിനകത്ത് കയറി. ഇന്ന് സൺഡേ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആർക്കിടെക്ചറൊക്കെ.
സ്ട്രീറ്റ്സിൽ തന്നെ ഇറങ്ങി നടക്കുമ്പോൾ നിറയെ ഫ്രൂട്ട്സും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ദ സ്ട്രീറ്റ് ബിക്കെയിം ലൈവ്ലി ആഫ്റ്റർവേർഡ്സ്. പിന്നെ അവർക്ക് അന്ന് അവിടെ നാഷണൽ ഹോളിഡേ എന്ന് പറഞ്ഞില്ലായിരുന്നു, ബാസ്റ്റൈൽ ഡേ എന്നാണ് അവരതിന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ പാർട്ടായിട്ട് എയർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ പോലെ. അപ്പോൾ ഹെലികോപ്റ്റേഴ്സും ഫൈറ്റർ പ്ലെയിൻസൊക്കെ ഇങ്ങനെ സ്കൈയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിവിടെ കുറേ നേരം നിന്നു. പിന്നെ ഞങ്ങൾ താഴോട്ട് വന്നത് മോളിൻ റൂജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലോട്ടായിരുന്നു. ഇതവരുടെ ഒരു ഓൾഡസ്റ്റ് ബാറാണ് ഇൻ ദ ഹോൾ പാരീസ് സിറ്റി. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ലേഡീനെ കണ്ടായിരുന്നു. ഈ ലേഡി വന്നിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നു. ആൻഡ് അതേപോലത്തെ ഒരു സുവനിയറിൽ പ്രിൻറ്റ് ചെയ്ത് തന്നു. ആക്ച്വലി ഇറ്റ് വാസ് ദ ബെസ്റ്റ് സുവനിയർ ദാറ്റ് വി കുഡ് ഹാവ്. ഞങ്ങൾക്ക് 4 കോപ്പി കിട്ടുകയും ചെയ്തു. പിന്നെ നമുക്ക് കാശ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൊണേഷൻ കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആവും. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യണം എയർബിഎൻബിയിൽ. സോ ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് പിടിച്ച് എയർബിഎൻബിയിലോട്ട് എത്തി. ആക്ച്വലി ഇതായിരുന്നു ഞങ്ങളുടെ ഹോൾ എയർബിഎൻബി. ഞങ്ങൾ ഫുൾ ക്ലീൻ ചെയ്തു. അവിടെ നിന്ന് നല്ല ബാക്ക് ടു നോർമൽ ആക്കി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയത്. ഞങ്ങൾ എയർപോർട്ടിലെത്തി. പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത്ര നേരത്തെ പോയിരുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാം കൂടെ പണിയാണ് കിട്ടിയത്. കാരണം ഞങ്ങൾ ഈ ഫ്ലൈറ്റിൻ്റെ പോളിസീസ് വെച്ചിട്ട് ഞങ്ങൾ ഓൺലൈൻ ചെക്കിങ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ചെക്കിങ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും 55 euros വെച്ച് ഞങ്ങൾ ഓരോരുത്തരും പേ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഞങ്ങളുടെ ഒരു ജേർണി സക്സസ്ഫുൾ ആയിരുന്നു. ഇൻക്ലൂഡിങ് ഓൾ ദ പ്ലാൻസ് ആൻഡ് പ്ലേസസ്. ഞങ്ങൾ ട്രെയിനിലാണ് വീട്ടിൽ പോയത്. അത്രയുള്ള ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.